അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന INLന്റെ നേതാവ്, അദ്ദേഹത്തെ ഒരുപക്ഷെ സൗത്തിൽ നിർത്തി CPMന്റെ കെയർ ഓഫിൽ തന്നെ ജയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അല്ലെങ്കിൽ CPMന്റെ സഹായത്തോടു കൂടിയാണ് വളരെ തുച്ഛമായ വോട്ടിന് അദ്ദേഹം ജയിച്ചു. ഒരു MLA മാത്രമാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ആകപ്പാടെ ഒരു MLA മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് INLന് MLAമാരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ എൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അദ്ദേഹത്തെ 2.5 കൊല്ലക്കാലം മന്ത്രിയാക്കി. ആ മന്ത്രിയാക്കിയതിന് ശേഷം അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന ആൾ INL എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ്, വളരെ വിരളമാണ്. ആ പാർട്ടിക്കകത്ത് ഈ മനുഷ്യൻ മുഖാന്തരം പാർട്ടി രണ്ടായിട്ട് വിഭജിച്ചു പോകുന്ന, അല്ലെങ്കിൽ 2 ചേരിയിലാകുന്ന, അല്ലെങ്കിൽ ഒരു സമയത്ത് INLന്റെ നേതൃത്വം തന്നെ അഹമ്മദ് ദേവർകോവിലിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ്റെ അടുത്ത് ഇടപെടുകയും, പിണറായി വിജയൻ അത്തരത്തിൽ ഇദ്ദേഹത്തോട് താല്പര്യമുള്ളതുകൊണ്ട് മാത്രം 2.5 കൊല്ലം മന്ത്രിയായിട്ട് ഇരുന്നു പോകുന്ന ഒരവസ്ഥയിലേക്കുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്നതാണ്. അപ്പം ഇതിനകത്ത് തീവ്ര സ്വഭാവമുള്ള ഒരു പാർട്ടി എന്ന് തന്നെ വേണം INLനെ കരുതാൻ. അത് നമ്മൾ എത്ര പറയുമ്പോഴും നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ PFI അല്ലെങ്കിൽ SDPI മറ്റ് പല സംഘടനകളുടെയും അതേ സ്വഭാവവും അതേ വാശിയും വീറും ഒക്കെയുള്ള, അല്ലെങ്കിൽ അതേ മാനസികാവസ്ഥയുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലിയോട് അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ നിൽക്കുന്നതൊക്കെ ഒരു പാർട്ടിയൊക്കെ തന്നെ INL. മനസ്സിലാവുന്നുണ്ടോ? അതിനോട് തുലനം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് അത്രയൊന്നും വരുന്നില്ല എന്ന് വേണമെങ്കിൽ കരുതാം. നമ്മളിപ്പോൾ പല കാര്യത്തിനകത്തും സമസ്ത പോലെയും അല്ലെ കാന്തപുരം പോലെയുള്ള മത നേതാക്കന്മാർ അഭിപ്രായം പറയുമ്പോൾ ഇതുപോലെയുള്ള PFI പോലെയുള്ളയും SDPI പോലെയുള്ളയും ഏറ്റവും അവസാനം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഈ രാജ്യത്തിന് ആപത്താണ്. നാളെ കാലത്ത് ഇവരുടെ അജണ്ടയും ഇവരുടെ മതരാഷ്ട്രവാദവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണഘടനയെ പിന്തുണയ്ക്കാത്തൊരവസ്ഥയും, അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറിയെ പിന്തുണയ്ക്കാത്ത അവസ്ഥയും ഇവിടുത്തെ മതേതര ജനാധിപത്യ സംവിധാനത്തെ തകർക്കുമെന്നും, മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മാന്യമായിട്ട് മുസ്ലിമിൻ്റെ ജീവിത രീതി അനുസരിച്ച് അവരുടെ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നാളെ കാലത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്ന സമസ്ത പറഞ്ഞതിൻ്റെ കാര്യമില്ല. കാരണം അപകടമാണ് ഉണ്ടാകുന്നത്. കാരണം ഉരുത്തിരിക്കുന്ന കാര്യങ്ങൾ മുസ്ലിമിൻ്റെ കെയർ ഓഫിൽ വ്യാപകമാവുകയും ഒരുപക്ഷെ മുസ്ലിമിന് ഇന്ന് താമസിക്കുന്ന പോലെ ഇതേ സ്വാതന്ത്ര്യത്തിൽ ഇതേ ഭരണഘടന അനുവദിക്കുന്ന ആനുകൂല്യങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഇപ്പം തന്നെ ഇതിനകത്ത് വ്യക്തമായ പരാതിയാണ് വന്നിട്ടുള്ളത്.